ഹലോ മക്കളെ, അങ്ങനെ നമ്മൾ രാംചരൺ അഭിനയിച്ച പെഡി എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ സംവിധായകൻ്റെ പേര് എന്താണ്? ബിച്ചി ബാബു സന എന്നാണ് ഇതിൻ്റെ ഡയറക്ടറുടെ പേരൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിച്ചിയാണോ ബുച്ചിയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു പേരാണ്. ഓക്കെ, അങ്ങനെ മൂപ്പരുടെ സിനിമ ഞാൻ കണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ രാംചരൻ്റെ കൂടെ ജാൻവി കപൂർ, ശിവരാജ് കുമാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഐറ്റം ഡാൻസിനായിട്ട് നമ്മുടെ ശ്രുതി ഹാസൻ വരുന്നുണ്ട്. പിന്നെ മലയാള സിനിമയിലുള്ള 2-3 നടന്മാരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ഏകദേശം ഒരു 3 മണിക്കൂറുണ്ട് കേട്ടോ. 3 മണിക്കൂർ. ഇതിൻ്റെ കഥയാണെങ്കിൽ ഒരു രക്ഷയില്ല. ശരിക്കും ഈ കഥ കണ്ടപ്പോൾ ഞാൻ ഇനിയും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമ 3 മണിക്കൂർ എന്നുള്ളത് വേണമെങ്കിൽ ഒരു 6 മണിക്കൂറായിട്ട് അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കഥയായിരുന്നു. അതായത് 3 പാർട്ടൊക്കെ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇവരെന്താണാവോ 3 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചു. അതിലെനിക്ക് ചെറിയൊരു വിഷമമുണ്ട് 3 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ചതിൽ. വേണമെങ്കിൽ നമുക്ക് രാംചരനെ ഒന്നുകൂടി നമുക്ക് ഓരോ സെക്ഷനായിട്ട് മാറ്റി കൊണ്ടുപോയിട്ട് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂറൊക്കെ ആക്കിയിട്ട് ഈ സിനിമ എടുക്കാമായിരുന്നു. അതായത് 2-3 പാട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായി പോയേനെ എന്ന് തോന്നുന്നുണ്ട് ഈ ഒരു സിനിമ കണ്ടപ്പോൾ. ഇതിൻ്റെ കഥയാണെങ്കിൽ അതിലും വലിയ നല്ല രസമാണ്. അതായത് നമ്മുടെ രാംചരൺ ഒരു മലയുടെ അടിയിൽ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലുള്ള ഒരു പയ്യനാണ്. അവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കളിയാണ്. അത് കണ്ടപ്പോൾ ജന്മമുണ്ടെങ്കിൽ ക്രിക്കറ്റ് കാണില്ല, അമ്മാതിരി രീതിയിലൊക്കെയാണ് കളി. എൻ്റെ പൊന്നോ, ബാറ്റ് കൊണ്ട് അടിക്കുന്നതൊക്കെ 6, എങ്ങനെ തിരിഞ്ഞടിച്ചാലും 6ൻ്റെ ഒരു പൂന്തു വിളയാട്ടമാണ് ഈ സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാൻ ഒരു വീഡിയും കത്തിച്ചിട്ട് ഒരു അടിയുണ്ട് മക്കളെ, എന്നാ ഒരു അടിയാണ്. ആ ഒരു അടിയൊക്കെ കണ്ടിട്ട് നാട്ടുകാരൊക്കെ അവനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ ഇവൻ കളിക്കാൻ വരുന്ന പറഞ്ഞാൽ ഇവൻ്റെ സ്വന്തം എന്താ പറയുക, നാട്ടുകാർക്ക് വേണ്ടി കളിക്കാൻ വന്നല്ല, ഇവനൊരു കൂലിക്കെടുത്തിട്ട് കളിക്കുന്ന ഒരു കളിക്കാരനാണ്. അതായത് കൂലിക്കളിക്കാരനാണ് നമ്മുടെ രാംചരൺ. അങ്ങനെ ഒരു സമയം ഒരു നായികയെ കാണും, അതായത് ജാൻവി കപൂറിനെ കാണുന്നു. പിന്നെ ജാൻവി കപൂറിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു നായിക കഥാപാത്രത്തിന് എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊലവിളിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഒരു നായിക എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു സോങ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ സിനിമയിൽ ജാൻവി കപൂറിനെ ശരിക്കും ഒരു എന്താ പറയുക, ഒരു ധാവണി എടുത്ത് വരുന്നു, ധാവണിയുടെ മറ്റേ എന്താ പറയുക ഷോൾ എടുത്ത് മാറ്റുന്നു. ഇതൊക്കെ തന്നെയാണ് മൂപ്പരുടെ ഒരു സീനുകളൊക്കെ കാണിക്കുന്നത്. അല്ലാണ്ട് ഒരു നായിക പദവിയൊന്നും ആ ഒരു ജാൻവി കപൂറിന് ഈ സിനിമയിൽ കൊടുത്തിട്ടില്ല. ചുമ്മാ വന്നിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ക്യാമറമാനും മറ്റുള്ളവർക്കൊക്കെ നല്ല ഭംഗി, അതായത് ഒരു മോഡലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നായികനെ. പക്ഷെ വേറെ പ്രത്യേകിച്ചൊന്നും നായികക്കില്ല. പിന്നെ പറയാൻ വേണ്ടിയിട്ട് 1-2 നേരത്തെ പറഞ്ഞ പോലെ മലയാളം സിനിമയിലുള്ള നടന്മാരുണ്ട്. അതിൽ ഒരാൾക്ക് നല്ലൊരു മെയിൻ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. ആൾ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ നമ്മുടെ ഷെയ്ൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ലേ, ആ ഒരു ആക്ടറാണ്. അങ്ങനെയൊക്കെ നല്ല ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കണക്ക് തന്നെ. പിന്നെ ഇതിൻ്റെ കഥ മെയിനായിട്ട് പറയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ്റെ നാടിനൊരു പേരും അല്ലെങ്കിൽ ഇവൻ്റെ നാട്ടിൽ ഒരു ട്രെയിനും കാര്യങ്ങളൊക്കെ വന്ന് ഇവൻ്റെ നാടൊന്ന് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇവൻ അച്ഛൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഫ്ലോപ്പായി പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവൻ ആ ഒരു എന്താ പറയുക, ആ ഒരു കാര്യം ഏറ്റെടുക്കുകയാണ്. അതായത് ഇവൻ്റെ നാടിനൊരു പേര് വേണം. അങ്ങനെ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു, എന്താ പറയുക, ക്രിക്കറ്റിൽ നിന്നും ഗുസ്തിയിലോട്ട് മാറുന്നുണ്ട്. അതായത് ക്രിക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, അവന് പേരും പ്രസക്തിയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അവൻ്റെ നാട് അറിയപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ക്രിക്കറ്റിൽ നിന്നിട്ട് നേരെ ഗുസ്തിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഗുസ്തിയിലോട്ട് പോയി അവിടുന്ന് നമ്മുടെ ശിവരാജ് കുമാറാണ് ഈ ഗുസ്തിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങേരുമായിട്ട് ചെന്നിട്ട് ഗുസ്തിയൊക്കെ പഠിച്ച് ഒരുവിധമൊക്കെ സെറ്റായി കോമ്പറ്റീഷന് പോയിട്ട് എല്ലാം ഒന്ന് എന്താ പറയുക, എല്ലാ ഒരു ഗെയിമും ജയിച്ച് വന്ന് ഫൈനലാവണം കാട്ടി മുന്നേ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ ഫൈറ്റിൽ ഇവൻ്റെ കാലിന് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാലിന് പ്രശ്നം ഉണ്ടായതിന് ശേഷം ആ ഒരു ഗെയിം കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയാണ്. അങ്ങനെ ആ ഒരു അവസ്ഥ വന്നപ്പോൾ വീണ്ടും ഇവൻ്റെ നാടും എന്താ പറയുക, നാടിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ ഒരു ട്രെയിൻ വരാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇത് നടക്കുന്നില്ല. അവൻ എന്നിട്ട് അതിനു വേണ്ടി കൂടെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവൻ്റെ കാലിനൊരു സീൻ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇനി ഈ കാലം വെച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു സംവിധായകൻ്റെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്.
ഇവനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാല് മുറിച്ചൊരു പിന്നെ ഒരു ഇരുമ്പിൻ്റെ കാൽ പോലത്തെ മറ്റു സാധനമൊക്കെ വെച്ചിട്ട് ഒരു ഓടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, വേറൊരു വെപ്പ് കാല് വെച്ചിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു സീൻ കാണുന്നുണ്ട്. അങ്ങനെ ഒരു സീൻ കണ്ടപ്പോൾ നേരെ ആശാൻ ആ കാല് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ഒരു പുറത്തോട്ട് വെച്ചിട്ട് ആ കാലിൻ്റെ മുറിച്ചാണ്ട് കളയാണ്. എന്തായാലും ഒരു നാടിന് വേണ്ടിയിട്ട്, ആ നാടിന് പേര് കിട്ടാൻ വേണ്ടിയിട്ടും അവിടെ ഒരു ട്രെയിൻ വരാൻ വേണ്ടിയിട്ടും ഒരു നായകനെ കൊണ്ട് സംവിധായകൻ എന്തൊക്കെ ചെയ്യിക്കുന്നത് നോക്ക്. ആദ്യം ക്രിക്കറ്റ് കളിച്ച് ഒരു ലെവലാക്കി, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക റെസ്ലിംഗ് പോലെ ഗുസ്തി കളിച്ചിട്ട് ഒരു ലെവലാക്കി, അതും പോരാണ്ട് നായകൻ്റെ കാലടക്കം കളഞ്ഞു. അങ്ങനെ നായകൻ്റെ കാലൊക്കെ കളഞ്ഞ് ആ കാലിൽ വേറൊരു കാലൊക്കെ വെച്ചിട്ട് ഇവൻ ഓട്ട മത്സരത്തിന് പോവുകയാണ്. ഓട്ട മത്സരത്തിന് പോയി ഇവൻ ഓട്ട മത്സരത്തിൽ ജയിച്ചിട്ട് നമ്മുടെ എന്താ പറയുക ഒരു ഇത് കൊടുക്കുമല്ലോ, മെഡൽ കൊടുക്കുമല്ലോ. അപ്പം മെഡൽ കൊടുക്കുമ്പോൾ അവൻ പറയും എനിക്ക് മെഡലൊന്നും വേണ്ട, എനിക്ക് ഞാനൊരു ഇന്ത്യക്കാരനാന്നുള്ള ഒരു ഐഡൻറ്റിറ്റി വേണം, അതുപോലെ ഞങ്ങളുടെ നാട്ടിലൊരു ട്രെയിൻ വരണം, ഞങ്ങളുടെ നാടിനൊരു പേര് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവങ്ങളൊക്കെ ശരിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്രിക്കറ്റ് കളി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഗുസ്തി കഴിഞ്ഞു. അപ്പോൾ ഈ കാല് മുറിക്കണം കാട്ടി മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുട്ബോളോ അല്ലെങ്കിൽ ഒരു ഹോക്കിയോ അല്ലെങ്കിൽ ഒരു വോളിബോളോ അല്ലെങ്കിൽ ഒരു കബഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു 3 മണിക്കൂർ എന്നുള്ളത് ഒരു 6 മണിക്കൂർ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാമായിരുന്നു കേട്ടോ. അങ്ങനെ കൊണ്ടുപോയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പാട്ടായിട്ട് എടുക്കാമായിരുന്നു. രാംചരൺ അതിനൊക്കെ ബെസ്റ്റാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറടി ഒന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 മണിക്കൂർ കണ്ടു കുത്തിയിരുന്നു കേട്ടോ. ബോറടി ഒന്നുമില്ല. ചുമ്മാ അങ്ങനെ അവൻ്റെ ഓരോരോ ക്രിയകളായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാം. അതുകൊണ്ട് ബോറടിയും കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. 3 മണിക്കൂർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു കണ്ടു കേട്ടോ ഈ സിനിമ. പിന്നെ ആശാൻ്റെ ബോഡിയൊക്കെ നല്ല രസമാണ് കേട്ടോ. ബോഡിയൊക്കെ നല്ല വർക്കൗട്ട് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ ഞാൻ വേറെ പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ 1-2 ആൾക്കാരൊക്കെ ഇതിൽ വന്നു പോകുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതിലൊരു മന്ത്രിയുടെ ഒരു സീനെ പിടിച്ചിട്ടുള്ള ഒരാളുണ്ട്, അങ്ങനെ പേര് ഞാൻ മറന്നുപോയി. മൂപ്പർക്ക് ആകെ ഒരു 2 മിനിറ്റിൻ്റെ ഒരു സീന് കൊടുത്തിട്ടുണ്ട്. എന്തിന് അങ്ങനെ മുണ്ട് ഊരിയിട്ട് ട്രൗസർ ഇട്ട് നിൽക്കുന്ന ഒരു സീന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സീന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാ കൊടുത്തതെന്നൊന്നും കാണുന്നില്ല. അതൊക്കെ ഒരു വെച്ചിട്ട് അതൊക്കെ അവസാനിപ്പിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആശാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ഇനിയും കുറച്ചുകൂടിയും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് ഒന്നുകൂടിയും ഡെവലപ്പാക്കി ഒരു 6 മണിക്കൂർ കൂടി എടുക്കാമായിരുന്നു എന്ന് തോന്നുന്ന ഒരു സിനിമയായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെഡി എന്ന് പറയുന്ന ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിന്നെ രോമാഞ്ചപുളകിതമായിട്ടുള്ള കുറേ സീനുകൾ, എൻ്റെ പൊന്നു ഫൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗെയിമൊന്നും ഒന്നല്ല, എന്തും നല്ല ഫൈറ്റാണെന്നറിയോ, എടുത്ത് പറപ്പിക്കുകയാണ്. എൻ്റെ പൊന്നിടാവേ എന്തൊക്കെ അക്രമം കാണാം. അതായത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ ഓടി വരുന്നുണ്ട്, ഒരുത്തനെ ഇങ്ങനെ പിടിച്ച് വലിച്ചെറിഞ്ഞ് അവൻ്റെ ഷർട്ടൊക്കെ കയ്യിലൊക്കെ എടുത്തു പോകുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. അതും പോരാണ്ട് വേറൊരു ഫൈറ്റൊക്കെ ഉണ്ട്. ഈ പറയുന്ന ജാൻവി കപൂറിനെ എന്താ പറയുക ഒരു സ്റ്റേജ് വെച്ചിട്ട് കളിയാക്കുക, അതായത് ഒരു മോശമായിട്ടൊരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഇവൻ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഫൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഇവിടെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു തീരെ മുന്നോട്ട്, അതായത് 2026 എന്നുള്ള ഒരു വർഷത്തിലോട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ആ രീതിയിലൊക്കെയാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പടം 3 മണിക്കൂർ ബോറടി ഒന്നും ഇല്ലാണ്ട് കണ്ടിരിക്കാം. അപ്പോൾ കണ്ടവരെന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റായിട്ട് അയക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ ഈ സിനിമ കണ്ടവർ അറിയിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് കണ്ടിട്ട് എന്നെ തെറി വിളിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.